വെട്ടി ചക്കപ്പേരി ഉണ്ടാക്കാമേ. ഓരോന്നിനുള്ള പച്ച ചക്കയാണ്. അരക്കൊന്ന് ഊർന്നതിന് വരെ നമുക്കൊന്ന് ഇച്ചിരി നേരം കുളച്ച് കൊടുക്കാമേ. എല്ലാരും ഉണ്ടാക്കി വെക്കണം കേട്ടോ. ചക്ക ചെത്താവേ. സൂക്ഷിച്ചൊക്കെ വേണേ മുറിക്കാവേ. ഇത് രണ്ടായിട്ട് മുറിക്കാവേ. നമുക്ക് ചക്ക പറക്കിയെടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് എങ്ങനെ ചെയ്യുന്നത്. ഇതല്ലാതെ തന്നെ ഉതഞ്ഞിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മാറ്റാം. ഒരു ചക്കയും കൂടെ ഉണ്ട്, അതോടെ വൃത്തിയാക്കിയിട്ട് നമുക്ക് ബാക്കി കാണിക്കാം. എടുത്ത് നോക്കുവാണെങ്കിൽ നമ്മൾ ഈ രീതിയിൽ ചക്ക മുഴുവൻ വെട്ടി അടത്തിയിട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇങ്ങനെ കൂഞ്ഞി എന്ന് പറയും ഞങ്ങളുടെ ഇവിടെയൊക്കെ. നിങ്ങളിവിടെ എന്താ പറയുന്നത് അറിയത്തില്ല. ഈ കൂഞ്ഞി നമ്മൾ സാധാരണ ബീഫ് കറി വെക്കില്ലേ, ബീഫ് കറി വെക്കുന്ന പോലെ ചെയ്താൽ നല്ല ടേസ്റ്റാണേ. വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അങ്ങനെ വെക്കാം. ഒന്നും കളയാനായിട്ടില്ല ചക്കയ്ക്കുള്ളിലുള്ളത്. ചകണി വറക്കുന്നവരുണ്ട്. നമ്മളിപ്പോൾ ചകണി വറക്കുന്നില്ല, ചക്ക വറക്കാൻ വേണ്ടിയിട്ടാണ്. ചക്കക്കുരു എടുക്കാം, കൂഞ്ഞി തോരൻ വയ്ക്കാം, നല്ല ടേസ്റ്റാണേ. നമ്മൾ 2 ചക്ക വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇങ്ങനെ കൊത്തിയിട്ടിട്ടുണ്ട്. നമുക്കിനി ഇതെല്ലാം വൃത്തിയാക്കി എടുക്കാം. നമ്മൾ വറക്കാൻ വേണ്ടിയിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തീ കത്തിച്ച് ചട്ടി അടുപ്പിൽ വെക്കാവേ. ചൂടായി വന്നിട്ടുണ്ടേ. നമുക്കിനി ഒരു 3/4 കിലോ ഗോൾഡ് വിന്നറാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതിനകത്തോട്ട് ഇടാം. ഇപ്പോൾ നമ്മൾ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. അതിനുശേഷം നമുക്ക് ചക്ക അരിഞ്ഞതൂടെ ചേർക്കാമേ. നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് ചക്ക അരിഞ്ഞു വെച്ച് ഇടാവേ. മതിയാവും. നമുക്കിനിയും വെയിറ്റ് ചെയ്യാം. നമുക്കിനിയും ഇട്ടു. ഇനിയും അതൊന്ന് ഒരു ശകലം ഒന്ന് മൂക്കുമല്ല ഒന്ന് വഴണ്ട് വരാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാവേ. ഇല്ല കുഴഞ്ഞു പോകും നമ്മളിപ്പം തവിയിട്ടിളക്കിയ. ഇനി നമുക്കൊന്ന് ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കൊന്ന് മറിച്ച് ഇടാം. രണ്ട് 3 മിനിറ്റ് കഴിഞ്ഞു. ചെറുതായിട്ട് മൂത്ത് വരാൻ നമ്മുടെ ഉപ്പേരി ഏകദേശം ഒരു 1/4 ഭാഗത്തോളം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എണ്ണ ഇങ്ങനെ പിടിച്ചിട്ട് എണ്ണ പിടിക്കും, നന്നായിട്ട് കല്ലിച്ചു പോകും നമ്മുടെ ഉപ്പേരി. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. നമ്മുടെ ഉപ്പേരി ഒരു 3/4 ഭാഗത്തോളം മൂത്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണം. എല്ലാ ഭാഗവും ഒരുപോലെ മൂത്ത് വരാൻ വേണ്ടിയിട്ടാണ് ഇത്. നമ്മുടെ ഉപ്പേരി ഇപ്പോൾ ഇങ്ങനെ കിലുങ്ങുന്നൊരു സൗണ്ടിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ എപ്പോഴും ഇളക്കി കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ ഒരു സൈഡ് മാത്രം മൂത്ത് ബാക്കിയുള്ള സൈഡ് മൂക്കാതിരിക്കും. നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കണം. ഇതിലൂടെ കഴിയുമ്പം ഒരെണ്ണം എടുത്ത് ഒടിച്ച് നോക്കണം. കറക്റ്റ് വറവ് പാകമായിട്ടുണ്ടെങ്കിൽ ആ സമയത്തേക്ക് ഒരു ടീസ്പൂൺ ഉപ്പൂടെ ചേർത്ത് അതിൻ്റെ തിള നിന്ന് കഴിയുമ്പോഴത്തേന് നമുക്കിത് കോരി മാറ്റാം. ഒരെണ്ണം എടുത്ത് പാകമായെന്നറിയാൻ വേണ്ടിയിട്ട് ഒന്ന് ഒടിച്ച് നോക്കാവേ. പിന്നെ നമ്മുടെ ഇങ്ങനെ നിങ്ങൾക്ക് സൗണ്ട് കേൾക്കാമെന്ന് അറിയത്തില്ല, ആയിട്ടുണ്ടേ. 1 ടീസ്പൂൺ ഉപ്പൂടെ ഒഴിക്കാവേ. എന്നിട്ട് അതിൻ്റെ തിളയൊന്ന് നിൽക്കട്ടെ. അന്നേരത്തേനും ഉപ്പെല്ലാം ഇതിലോട്ട് പിടിക്കുക.
ചിലർ ഈ സമയത്ത് ഉപ്പിൻ്റെ കൂടെ മഞ്ഞപ്പൊടിയും കൂടെ ചേർക്കാറുണ്ട് കളറിന് വേണ്ടിയിട്ട്. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. ഇതിപ്പോൾ തണുത്ത് വരുമ്പോഴത്തേനും നമ്മൾ സാധാരണ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പോലത്തെ ഒരു കളറായിട്ട് വന്നോളും കേട്ടോ. ഇത് പാകമായിട്ടുണ്ടേ. നമുക്ക് എണ്ണ ഊറാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിലോട്ട് കോരി മാറ്റി വെക്കാവേ. നമ്മുടെ വീട്ടിലെ കുട്ടികൾക്കൊക്കെ എപ്പോഴും ഇങ്ങനെ ചിപ്സ് കടയിൽ നിന്നൊക്കെ വാങ്ങിച്ചു കൊടുക്കാതെ നമുക്ക് വീട്ടിൽ തന്നെ കുറച്ച് സമയം കണ്ടെത്തി നമുക്ക് പറമ്പിലുള്ളതോ അല്ലെങ്കിൽ ആരുടെയും വാങ്ങിച്ചോ ഒക്കെ ചക്കയൊക്കെ ഉണ്ടാക്കി ഇപ്പോൾ അവധിക്കാലമല്ലേ അവരോട് കൂടെ ഇരുത്തി കുറച്ച് പറക്കി ഇങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് സ്കൂളിൽ പോകുന്ന ടൈമിലൊക്കെ നമുക്ക് ടിഫിനകത്തൊക്കെ കൊടുത്തു വിടാം. അങ്ങനെയൊക്കെ കൊടുത്തു വിടാൻ പറ്റിയ നല്ലൊരു സ്നാക്സാണ്. കേടുകൂടാതെ നല്ലൊരു എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു കണ്ടെയ്നർ അടച്ചു വെക്കുകയാണെങ്കിൽ കുറേ നാളോ കുറഞ്ഞതൊരു 5-6 മാസമൊക്കെ ഇരിക്കും. അല്ല ഇനി അതിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വറുത്ത് ഫ്രിഡ്ജിനകത്ത് വെച്ചിരുന്നാലും ഏറെക്കാലം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. നമ്മുടെ ചക്ക ചിപ്സ് റെഡി ആയിട്ടുണ്ടേ. ഇതേ നമ്മുടെ ഉപ്പേരി മുഴുവനായിട്ട് വറുത്ത് എടുത്തിട്ടുണ്ട്. അതിനകത്ത് കളർ കണ്ടോ, നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പോലെ തന്നെ ഒരു കളറും ചേർത്തിട്ടില്ല, മഞ്ഞപ്പൊടിയോ ഒന്നും ചേർത്തിട്ടില്ല, ഉപ്പൊഴിച്ചത് മാത്രമേ ഉള്ളൂ. കണ്ടോ, ഒന്നും ഇടേണ്ട ആവശ്യമില്ല. നമുക്ക് നല്ല കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പോലെ തന്നെ ക്രിസ്പി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചക്ക വറുത്തത് റെഡി ആയിട്ടുണ്ടേ. നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുവാണേ.